അടുക്കളയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചക്കക്കുരു ഒരു വെറൈറ്റി വേറെ ഒരു തോരനാണ് വെക്കുന്നത്. അപ്പോൾ അത് ചക്കക്കുരു നേരെ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കുന്നത് ഞാൻ കാണിക്കാം. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ചെറിയ ജീരകം, പിന്നെ അതിനാവശ്യമായിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 4-5 പച്ചമുളക് ചേർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലയും, ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, മഞ്ഞൾപ്പൊടി നമ്മൾ ചക്കക്കുരുവിനകത്ത് ഇട്ടിട്ടുണ്ട്. അന്നേരം അരപ്പിന് ആവശ്യമുള്ള ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് ചതച്ച് കൊണ്ടുവരാം. നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ വെള്ളത്തിൽ നിന്ന് അത് കോരാം. കോരി ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഇടിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഉരുള മാതിരി ഉള്ളതോ അല്ലെങ്കിൽ ഇടിക്കുന്നതോ അല്ലെങ്കിൽ മിക്സി ഇട്ടായാലും ചെറുതായിട്ടൊന്ന് കറക്കി കൊണ്ടുവരാം. ചക്കക്കുരു മിക്സി ഇട്ട് തേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് തോരൻ വെക്കാം. പാൻ വെച്ച് ചൂടാവുന്നുണ്ട്. ഇനി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഉഴുന്നും കടുകും കൂടി ഇടാം. കടുകിട്ട് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പൂടി ഇടാം. അത് രണ്ടും പൊട്ടി വരട്ടെ. ഇത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് അങ്ങോട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പിടാം. ഒത്തിരി അങ്ങ് വഴണ്ട് പോകണ്ട. അതിലോട്ട് തന്നെ നമുക്ക് അരച്ച് വെച്ചത് തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചത് അതും അങ്ങോട്ട് ഇടാം. ഈ അരപ്പിൻ്റെ ഇതിൻ്റെ എല്ലാ പച്ചമണമൊന്ന് മാറട്ടെ. അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് ചക്കക്കുരു അത് വേവിച്ചിട്ട് പൊടിച്ച് വെച്ചേക്കുന്നത് അങ്ങോട്ട് ഇടാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കത്തില്ല. അപ്പോൾ അടി പിടിക്കാതെ തീ കുറച്ച് വെച്ചാൽ മതി. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചക്കക്കുരു തോരൻ റെഡിയായിട്ടുണ്ട്. ഇത് ചക്കക്കുരു ആണെന്ന് ആരും പറയത്തില്ല. നല്ല ഉറപ്പുള്ള നല്ല കട്ടിയുള്ള ചക്കക്കുരു വേണം ഇതിന്. എന്നെങ്കിലും ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ വരത്തുള്ളൂ.
ഈ സമയത്ത് നമുക്ക് ഉപ്പും ഇതൊക്കെ നോക്കാം. ഉപ്പുമൊക്കെ കറക്റ്റുണ്ട്. നമ്മൾ ചക്കക്കുരു ഇട്ടിരുന്ന് പിന്നെ ഉള്ളി വഴറ്റിയപ്പോൾ അതിനകത്ത് ഉപ്പ് ഇട്ടിരുന്നല്ലോ. ശകലം കറിവേപ്പിലയുടെ മുകളിലിടാം. മതി, ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും വേണം, സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.